ഏഴാം ക്ലാസ്സിലെ ഹിന്ദിയുടെ മോഡൽ ക്വസ്റ്റ്യൻ സെറ്റ് 2ലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഖണ്ഡ് പഠേം പ്രശ്നों के उत्तर लिखें. गर्मी के मौसम में एक भूखे शेर गुफा से निकला. गर्मी വേനൽക്കാലത്ത് एक भूखे शेर വിശന്ന ഒരു സിംഹം गुफे से निकला ഗുഹയിൽ നിന്നും പുറത്തു കടന്നു. रास्ते में एक खरगोश को देखा और उसने तुरंत खरगोश को पकड़ा. വഴിയിൽ ഒരു മുയലിനെ കണ്ടു, അതിനെ പിടിച്ചു. उसने सोचा इससे मेरा पेट नहीं भरेगा, ഇതിന് എൻ്റെ വയറ് നിറയില്ലല്ലോ എന്ന് ആലോചിച്ചു. ചോദ്യം ഒന്നാമത്തത് കോൺസാ മോസം ഥാ, ഏത് മോസമായിരുന്നു? ഗർമി കാ മോസം എന്ന് കൃത്യമായിട്ട് പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക, പാരഗ്രാഫിൽ അതിൽ ഏതാണുള്ളത് നോക്കിയിട്ട് വേണം ഉത്തരം സെലക്ട് ചെയ്യാൻ. അപ്പോൾ വളരെ എളുപ്പമായിരിക്കും ഇത്തരം ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ. അടുത്തത് ഷേർ കോ ക്യാ ലഗ് രഹാ ഥാ, ഭൂക്ക്, ഭൂക്കേ ഷേർ എന്ന് കണ്ടില്ലേ, അപ്പം ഭൂക്കാണ് ഉത്തരം. അടുത്തത് ചോദ്യം ഷേർ കഹാം സേ നിക്കല, ഷേർ ഗുഫാ സേ നിക്കല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നിക്കല എന്നുള്ള വാക്ക് എവിടെയാണ് പാരഗ്രാഫിൽ എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ അതിനോട് ചേർന്ന് കിടക്കുന്നതായിരിക്കുമല്ലോ ഉത്തരം. അടുത്ത ചോദ്യം രാസ്തേ മേ ഷേർ കിസ്കോ देखा, रास्ते में शेर खरगोश को देखा. അടുത്ത ചോദ്യം സഹി പ്രസ്താവ് ചുൻകർ ലിഖേ, ശരിയായ പ്രസ്താവന ഏതാണ്? ഇസ്സേ മേരാ പ്യാസ് നഹി മിട്ടേഗ, ഇസ്സേ മേരാ പ്യാസ് മിട്ടേഗ, ഇസ്സേ മേരാ പേട് നഹി ഭരേഗ. ഇതാണല്ലോ നമ്മുടെ പാരഗ്രാഫിലുള്ള ഉത്തരം. അപ്പോൾ അതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ബയാ ഹമാരി ചിടിയാ റാണി കവിത की पंक्तियां पढ़ें और प्रश्नों के उत्तर लिखें. बया हमारी चिड़िया रानी तिनके लाकर महल बनाती, ऊंची डालों पर लटकाती, खेतों से फिर दाना लाती, नदियों से भर लाती पानी. ചോദ്യം കവിത में प्रयुक्त शब्द പക്ഷി के लिए कविता में प्रयुक्त शब्द कौन है? പക്ഷി എന്നുള്ളതിനുള്ള ചിടിയ എന്നാണല്ലോ കവിതയിൽ കൊടുത്തിരിക്കുന്ന വാക്ക്. ഇതുപോലുള്ള സമാനാർത്ഥ ശബ്ദം നമ്മൾ വേറെയും 2-3 പാഠഭാഗത്ത് പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണത്? ടഹനി കൊമ്പ്, ഡാലി പങ്ക് ചിറക്, പർ എന്നും പറയും. ജൽ എന്നുള്ളതിന് പാനി, അത് നമുക്ക് വളരെ പരിചയമായ വാക്കാണല്ലോ. ഇനി ദോ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ, അപ്പോൾ 2 മാർക്കിനുള്ളതുകൊണ്ടായിരിക്കാം 2 ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം. ചിടിയ തിൻകെ സെ മഹൽ നഹി ബനാത്തി ഹെ, മഹൽ ബനാത്തി ഹെ. അപ്പോൾ മഹൽ ബനാത്തി ഹെ ആണ് ഒരു ശരി ഉത്തരം. അടുത്തത് ചിടിയ മഹൽ ബനാക്കർ ഊഞ്ചി ഡാലോം പർ ലഡ്കാത്തി ഹെ, ഊഞ്ചി ഡാലോം പർ നഹി ലഡ്കാത്തി ഹെ, ഊഞ്ചി ഡാലോം പർ ലഡ്കാത്തി ഹെ എന്നാണല്ലോ വരിയിലുള്ളത്. അപ്പം ആ എന്നുള്ളതും ഈ എന്നുള്ളതുമാണ് ശരിയായ ഓപ്ഷൻസ്. അടുത്ത ചോദ്യം ചിടിയ റാണി ഖേത്തോം സെ ദാന और നദിയോം സെ പാനി ലാത്തി ഹെ, യേ ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖേ. ഈ ആശയമുള്ള വരി തിരഞ്ഞെടുത്ത് എഴുതാനാണ്. അപ്പോൾ ഖേത്തോം സെ ഫിർ ദാന ലാത്തി, നദിയോം സെ ഭർ ലാത്തി പാനി എന്നാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം സഹായക ബിന്ദുओं पर ध्यान दे. पॉइंट्स നോക്കൂ. नाव पलटकर सब पानी में गिर गए. क्यों माँ? हाँ माँ, पते की नाव में मेंढक लाल काले कीड़े केंचुए और चींटे को बिठाकर खेले. मैं और गुट्टू बरसाती नाले में खेल रहे थे. ചോദ്യം എന്താണ്? വാർത്താലാപ് की पूर्ति करें. ഒരു വാർത്താലാപ് സംഭാഷണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉചിതമായ സെന്റൻസ് ഈ ബോക്സിൽ നിന്ന് തിരഞ്ഞെടുത്ത് വേണം ഇത് പൂർത്തിയാക്കാൻ. അപ്പോൾ നോക്കും ഗുഡലി ഇത്തനി ഭീഗിക്കോ, എന്താ ഇത്രയും നനഞ്ഞിരിക്കുന്നത് നമ്മൾ ചോദിക്കണം. അപ്പോൾ എന്താ ഉത്തരം പറയുന്നത്? മേ ഔർ ഗുട്ടു ബർസാത്തി നാലേ മേ ഖേൽ രഹേ ഥേ, നമ്മൾ കളിക്കുകയായിരുന്നു. ഇസ് ബാരിഷ് മേ ക്യാ ക്യാ ഖേലേ, ഈ മഴയിലോ എന്തൊക്കെയാണ് കളിച്ചത്? ഹാ മാ, അപ്പോൾ ഇന്ന ആൾക്കാരെ തോണിയിലിരുത്തി കളിച്ചു എന്നാണ് അടുത്ത ഉത്തരം പറയുന്നത്. ഫിർ ക്യാ ഹുവാ എന്ന് അമ്മ ചോദിക്കുമ്പോൾ എന്താണ് ഉത്തരം പറയുന്നത്? നാവ് പലട്കർ സബ് പാനി മേ ഗിർ ഗയേ എന്നാണ് ഉത്തരം പറയുന്നത്. ഐസാ നഹി കർണ ചാഹിയേ ഥാ, ക്യോ മാ, എന്തുകൊണ്ടാണെന്നാണ് അവിടെ പിന്നെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം. ഹമേ ജീവ് ജന്തുओं को परेशान नहीं करना चाहिए, നമ്മൾ ജീവികളെ പരേഷാൻ ബുദ്ധിമുട്ടിക്കരുത്, ഇതാണ് അമ്മ പറയുന്ന ഉത്തരം. അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യം കൃത്യമായിട്ട് വായിച്ചാൽ നമുക്ക് പാരഗ്രാഫിൽ നിന്നും, അതായത് തന്നിരിക്കുന്ന പോയിന്റ്സ് നിന്നും ശരിയായ സ്ഥലത്ത് എടുത്ത് എഴുതിയാൽ മാത്രം മതി ഉത്തരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അടുത്ത ചോദ്യം ഗുട്ടു और ഗുഡലി പത്തേ കി നാവ് ബനായേ. ഇവിടെ നാവ് की വിശേഷത ബനാന വാല ശബ്ദം ഏതാണ്? പത്തേ കി നാവ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം ഖണ്ഡ് പഠേം और उत्तर लिखें, മറ്റൊരു പാരഗ്രാഫാണ്. നിമ്മി കാ കൽ ബർത്ത്ഡേ ഥാ, തും ജിയോ ഹസാരോം സാൽ, സാൽ കെ ദിൻ ഹോ 50,000 എന്ന പാഠത്തിലെ ഒരു പാരഗ്രാഫാണ് അല്ലേ. ആജ് സുബഹ് സേ വോ തോഹഫോं को खोल खोल कर देखने में लगी. വിനോദ് അങ്കിൾ കാ ദിയ ബർത്ത്ഡേ കാർഡ് ബഹുത് സുന്ദർ ഥാ, വിനോദ് അങ്കിൾ തന്ന ബർത്ത്ഡേ കാർഡ് വളരെ സുന്ദരമായിരുന്നു. അപ്പോൾ ഒന്നാം ചോദ്യം നോക്കിക്കേ. വിനോദ് അങ്കിളിനെ നിമ്മിക്കോ ക്യാ തോഹഫ ദിയ, എന്ത് തോഹഫ? തോഹഫ എന്താണ്? സമ്മാനം. എന്ത് സമ്മാനമാണ് കൊടുത്തത്? ബർത്ത്ഡേ കാർഡാണ്. അടുത്തത് സങ്കേതോं के आधार पर നിമ്മി की ഡയറി തയ്യാർ കരേ. എന്തൊക്കെയാണ് പോയിന്റ്സ് കൊടുത്തിരിക്കുന്നത്? ബർത്ത്ഡേ മനാന, ബർത്ത്ഡേ ആഘോഷിച്ചത് വേണം. തോഹഫ ഖോൽന, സമ്മാനങ്ങൾ തുറന്നു നോക്കി എന്നുള്ളത് വേണം. വിനോദ് അങ്കിൾക്ക് ബർത്ത്ഡേ കാർഡ് ദേന, വിനോദ് അങ്കിൾ ബർത്ത്ഡേ കാർഡ് തന്നു എന്നുള്ളത് വേണം. നാനാസെ കവിതാക്ക് അർത്ഥ പൂച്ചിന, നാനായിട്ട് ചോദിച്ചു എന്നുള്ളതൊക്കെ വേണം. ഇന്ന പോയിന്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഡയറി, അപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം. ഒരു മോഡൽ ഡയറി, ഡേറ്റ്, ദിവസവും മേലെ വേണം. ആജ് ഖുഷി കാ ദിൻ ധൻ, സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. കൽ മേരെ ബർത്ത്ഡേ ബനായ ഥാ, आज तोहफा को खोल कर देखा, विनोद अंकल का दिया बर्थडे कार्ड बहुत सुंदर था, इसमें एक कार्टून बना था और एक शेर लिखा था. शेर 2 लाइन्स की कविता നമ്മൾ പഠിച്ചതല്ലേ. ആ വരി ഏതായിരുന്നു? തും ജിയോ ഹസാരോം സാൽ, സാൽ കെ ദിൻ ഹോ 50,000.
पहले अजीब लगा, വളരെ വിചിത്രമായി തോന്നി ആദ്യം. फिर नाना से पूछने से समझ आया कि यह एक दुआ है. പിന്നീട് നാനയോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതൊരു പ്രാർത്ഥനയാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? മത്ലബ് കുച്ച് ഐസാ കാം കർ ജാവോ കി ദുനിയ ഹമേ ഹമേഷ യാദ് രഖേ. നമ്മൾ ലോകം എന്ന് നമ്മൾ ഓർത്തിരിക്കുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ജൈസെ മദർ തെരേസ और ഗാന്ധിജി. यह बढ़िया बात उर्दू शायर मिर्जा गालिब ने लिखा था. कल नाना से और बात पूछना है. നാളെ നാനയോട് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിക്കണം. അപ്പോൾ ഇത്രയും ആണ് ഒരു മോഡൽ ആയിട്ടുള്ള ഒരു ഡയറി. അപ്പം നിമ്മിക്ക് ഡയറി നമ്മൾ പരിചയപ്പെട്ടു. അടുത്ത സെറ്റ്